പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
Hallelujah.
സ്വാധീനങ്ങളെ ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവതലമാണെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായ നീയും. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-23 വചനങ്ങൾ. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കേട്ടതാണെന്ന് എന്റെ പ്രാർത്ഥന നിങ്ങളെ സ്മരിക്കുകയും നിങ്ങളെ പ്രത്യേകം കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വിലപിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങൾ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദത്തത്തെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവരുടെ പ്രഭാവപൂർണ്ണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളെ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന അവരുടെ അപ്രിയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമാണെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മനുഷ്യന് ഉയർത്തുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരിക്കുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നന്മകൾക്കും ഉപരി അവനെ ഭോഷനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളുടെയും അവന്റെ പാദങ്ങൾ കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്യുന്നു. സഭ അവന്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. പരിശുദ്ധ സുവിശേഷം 1-ാം മുതലുള്ള തിരുവചനങ്ങൾ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴികളിൽ അവന്റെ പാദം നേരെയാക്കും എന്ന് യെശയ്യാപ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിലുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവൻ ജെറൂസലേമിൽ ജനങ്ങൾ അവരെ അടുത്തെത്തി. അവർ പാപം ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകവും കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടികളെയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വടികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. അന്നൊരു യേശു ഗലീലായിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ കയറിയപ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും
നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. ലക്ഷ്യമായത് ദൈവത്തിന്റെ പ്രിയമാക്കാൻ. ഈശ്വരന്റെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ അടുത്ത കാലത്ത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. കോമേഴ്സ് കൊണ്ട്, ടോയ്ലറ്റ് ലോഡ്ജ് കൊണ്ട് ഭീകരമായ റാജു നടത്തുന്ന സീനിയർ വിദ്യാർത്ഥികൾ. മറ്റു വാക്കുകൾ പറഞ്ഞ് ജൂനിയേഴ്സിനേക്കാൾ ശക്തരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയുള്ളവ, ഞങ്ങൾക്ക് കീഴിലായിരിക്കണമെന്ന് സ്ഥാപിക്കുന്ന സീനിയേഴ്സ്. ഇന്നത്തെ സുവിശേഷം അതിന് വിരുദ്ധമായ ചിന്ത നമുക്ക് നൽകുകയാണ്. എന്നേക്കാൾ ശക്തനായവൻ എനിക്ക് പിന്നാലെ വരുന്നു. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉയരുന്നതായി കാണുമ്പോൾ അവരെ താഴ്ത്തുന്ന ഒരു ജീവിത ശൈലിയാണ് സമൂഹത്തിലുള്ളത്. എനിക്ക് ശേഷം പ്രളയമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ശൈലി. എന്നാൽ ആ ശൈലിയിൽ നിന്ന് മാറി മിടുക്കന്മാരെ ഉയർത്തുവാനായിട്ട്, കഴിവുള്ളവരെ വളർത്തുവാനായിട്ട്, അധികാരമുള്ളവരുടെ അധികാരം കാണുവാനായിട്ട് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. സ്നാപകയോഹന്നാനെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമഗ്രന്ഥത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ദൗത്യം ദൈവത്തിന് വഴിയൊരുക്കുക എന്നതാണ്. ആ ദൈവത്തിന് വഴിയൊരുക്കുവാനായിട്ട് എത്തിച്ചേർന്ന സ്നാപകയോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവരെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ദൈവജനത്തിന് നൽകുകയാണ്. എന്നേക്കാൾ ശക്തനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വഴിയഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ ജലം സ്നാനം നൽകുന്നു, എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകും. ഇതെല്ലാം സൂചിപ്പിക്കുക, ഞാൻ പ്രശസ്തനാണ്, പക്ഷേ അവനാണ് അധികാരി, അവനെയാണ് പിൻചെല്ലേണ്ടത്. തന്റെ ശിഷ്യന്മാരെ പോലും അവന് പിൻചെല്ലുവാനായിട്ട് ഒരുക്കുന്ന സ്നാപകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ഉത്തരവാദിത്തത്തിന് വഴിയൊരുക്കുക എന്നതാണ്. തമ്പുരാനിലേക്ക് വഴിയൊരുക്കുക എന്ന വലിയ ലക്ഷ്യവും ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുക. രണ്ടാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ബോധ്യങ്ങളിലേക്ക് വളരണം. കൂടെ കൂടുന്നവനാണ് തമ്പുരാൻ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവമാണ്, പക്ഷേ നമ്മളോട് താതാത്മ്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചവരാണ് യേശു. അവന്റെ ജനനം, അവന്റെ പലായനവും, അവന്റെ ജ്ഞാനസ്നാനവും, അവന്റെ ജീവിതവും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ പോലെ നമ്മളിൽ ഒരുവരായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചവനാണ് അവൻ എന്ന്. അവന്റെ ജീവിതം സമൃദ്ധിയിലേതായിരിക്കുമെന്ന് ചിന്തിച്ചവർക്ക് തെറ്റിപ്പോയി. അവൻ ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലാണ് ചിന്തിച്ചവർ
ജോർദാനിൽ പോയി നിങ്ങൾ കാണുവാനായി സാധിക്കും. തെളിഞ്ഞ വെള്ളമല്ല, കലക്ക വെള്ളമാണ് ജോർദാൻ നദി. ആ കലക്ക വെള്ളത്തിൽ അവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. എല്ലാവരെയും പോലെ അവൻ ദൈവ പദ്ധതിക്കനുസരിച്ച് തുല്യനായി തീരുകയാണ്. ദൈവപ്പെടുത്തുകയാണ്. കൂടെ കൂടുന്നവനാണ് ദൈവം. ആ കൂടെ കൂടുന്നവന്റെ കൂടെ കൂടുക. അവൻ പീഡസഹിച്ചത് മരിച്ചത് നമുക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടുകൂടി അവന്റെ കൂടെ കൂടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവന്റെ കൂടെ കൂടുവാനായിട്ട് സാധിക്കണമെങ്കിൽ എപ്രകാരമായിരിക്കണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ദൈവത്തിന്റെ പ്രിയമകനായിരുന്നു. ആ ദൈവത്തിന്റെ പ്രിയമകനായി തീരുമ്പോഴാണ് അവന്റെ കൂടെ കൂടുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കുക. മൂന്നാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് അവന്റെ ജ്ഞാനസ്നാന വേളയിൽ സംഭവിച്ചത് എന്ന് സ്വർഗം പിളർന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിന്റെ പ്രത്യേകമായ തെരഞ്ഞെടുത്തു. എന്നാൽ പ്രവാചകന്മാരിലൂടെ എല്ലാം ഒരുക്കിയിട്ട് ഇവർ ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം സ്വർഗത്തെ അടയ്ക്കുകയാണ്. ദൈവവും മനുഷ്യനുള്ള ബന്ധം ഇല്ലാതാക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 64-ാം അധ്യായം 1-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവജനം കരഞ്ഞു വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥന. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ എന്ന്. ആകാശം പിളർന്ന് ഇറങ്ങി വരുന്ന സംഭവമാണ് യേശുവിന്റെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ കാണുക. രണ്ടാമതായിട്ട് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സത്വാർത്ത അറിയിക്കുവാനായിട്ട് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അവന്റെ ജ്ഞാനസ്നാനം. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരികയാണ്. അവന്റെ ദൗത്യവും അവൾ വ്യക്തമാക്കുകയാണ്. പീഡിതരെ സത്വാർത്ത അറിയിക്കുക എന്ന ദൗത്യമാണ് അവരിൽ നിശ്ചിതമായിരിക്കുന്നത് എന്ന്. ആ ദൗത്യം നിറവേറ്റുന്ന യേശുവിനെ നമുക്ക് കാണുവാനായി സാധിക്കും. വേദനിക്കുന്നവരുടെ, സങ്കടപ്പെടുന്നവരുടെ, അസ്വസ്ഥത അനുഭവിക്കുന്നവരുടെ, വിശക്കുന്നവരുടെ, സമൂഹത്തിൽ പ്രശ്നം കൽപ്പിക്കുന്നവരുടെ എല്ലാം ചേർത്ത് നിൽക്കുന്ന തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ദൈവം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ് എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞ ഇവന്റെ സത്വം എന്റേത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. മക്കളെ കണ്ടാൽ അറിയാം മക്കൾ ആരുടെ മാതാപിതാക്കളാണ് എന്ന്. ആരിൽ നിന്നാണ് ജനിച്ചവരെ എന്നത് വ്യക്തമാണ്. ആ ഛായയും സാദൃശ്യവും നമുക്ക് കാണുവാനായി സാധിക്കും. കാണുമ്പോൾ തന്നെ ചോദിക്കും, ഇവൻ ഇന്നയാളുടെ മകനല്ലേ എന്ന്. ബയോളജിക്കലായ പിതൃത്വത്തെക്കാൾ ഉപരിയായിട്ട് തന്റെ ഛായയും സാദൃശ്യവും ഇവരിലുണ്ട്, ഇവരിൽ കാണുക എന്ന് വ്യക്തമാക്കി തരികയാണ് സുവിശേഷം. മറ്റൊരു വാക്കിൽ പറഞ്ഞ പിതാവായ ദൈവത്തെ ഇവരിൽ കാണുവാനായിട്ട് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ്. സ്നാപയോഹന്നാന്റെ വസ്ത്രരീതിയും സ്നാപയോഹന്നാന്റെ ഭക്ഷണരീതിയെല്ലാം ഓർമ്മപ്പെടുത്തുന്നതും നമ്മൾ സിംപ്ലിസിറ്റിയിലേക്ക്, ലാളിത്യത്തിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കണം എന്നതുകൂടിയാണ്. ദലഹകാലത്തിന്റെ പൂർത്തീകരണത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനോടൊപ്പം സഞ്ചരിക്കുക, ദൈവത്തിന്റെ പ്രിയമക്കളായി തീരുക എന്ന്.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകലഗതി പൂർത്തിയാക്കുവാൻ യോഗ്യനായി നിന്ന് മാമോദിസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശുദ്ധപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരാൻ സത്പ്രവൃത്തികളിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിന്റെ പ്രസാദം സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തന്റെ വാസൂത്രത്തിൽ നമ്മുടെ നാടുകളുടെയും പാപങ്ങളുടെയും കൈകളെ
പ്രകാശനോടൊപ്പം എത്ര നിയോഗങ്ങൾ മനുഷ്യരെ ദൈവത്തിനുള്ളിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ ആവശ്യമായി കൃപ അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഹാരബോധത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാവഴി പിതാവായ ദൈവം തന്റെ കൃപയാൽ വരുന്നതിനാൽ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമധ്യരാ ഞങ്ങളങ്ങയിൽ എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിച്ചിട്ട് അങ്ങേക്കും ഞങ്ങൾ
മുൻപാകെ അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നീ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളായ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
എന്നരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആഹാരം തന്നെ ആശ്രയമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഉദ്ദേശിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാവർക്കും വേണ്ടിയും രോഗിയായിരിക്കുന്ന പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാലത്തിന്റെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരു
രക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ സമീപിക്കാം. അന്നത്തിലുള്ള അവസരത്തോടെ അപരാധത്തിനോടും പാപങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടും സ്വാഗതം നമുക്ക് സ്ഥലത്തേക്ക് ദൈവത്തോട് കൃപയും ആമോദവും യാചിക്കുകയും ചെയ്യാം. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞതാണ് ദൈവത്തോട്. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നാണ് വിശ്വാസത്തോടുകൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കാം. സുഖസാരങ്ങളെ അങ്ങനെ നാമം പുസ്തകമാകണമേ, അങ്ങനെ രാജ്യം വരണമേ, അങ്ങനെ തിരുമനസ്സ് സുഹൃത്തെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിതത്താവശ്യം മാവൻ അവരുടെ കാരുണ്യത നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ.
അറിയുക. കഴിഞ്ഞയാഴ്ച സ്വതരാഴ്ച 9,502 രൂപ, ഹിന്ദി കുർബാന 5,219 രൂപ, ഹിന്ദി മാസവരി 4,900 രൂപ, സെന്റ് ആന്റണീസ് സെന്റ് തോമസ് മദർ തെരേസ കുടിയേറ്റ കാശുമാത്രം 230 രൂപ, മതപ്രാപകരും ട്രാൻസ്ലേഷൻ 1,355 രൂപ. 26 ഈ ബുധനാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന. അതേ തുടർന്ന് നോക്കേന. യൂണിറ്റ് ഭാഗമായ ഡെലിഗേഷൻ മാർച്ച് മാസത്തെ ഒരു യൂണിറ്റുകൾ എല്ലാം തയ്യാറാണ്. 2025, 2027 2 വർഷത്തേക്കുള്ള പാരിഷ് കൗൺസിൽ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏറ്റവും വിധിയെഴുതുവാനായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കുടുംബ നേതൃത്വം വഹിക്കുവാനും ഇടവഴിക്ക് നേതൃത്വം വഹിക്കുവാനും ശ്രദ്ധരായവരെ, സമയമുള്ളവരെ, കഴിവുള്ളവരെ, കൂട്ടായ്മയെ യോജിപ്പിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതിനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. കുടുംബ കൂട്ടായ്മ സഹകരണവും ഇടവക പാരിഷ് കൗൺസിൽ സഹകരണവുമാണ് ഇടവകയെ വളർത്തുക. അത് നമ്മളെ ഓരോരുത്തരെയും വളർത്തുക എന്നതാണ് എന്ന ചിന്തയോടുകൂടി സമയമുള്ളവരും കഴിവുള്ളവരും അതിനോട് ഏറ്റവും ഭംഗിയായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹവും ഓർമ്മപ്പെടുത്തുന്നു, അഭ്യർത്ഥിക്കുന്നു. ആഴ്ച ആചരണത്തിന് ശാരം നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ വർഷത്തെ ഒരു തോന്നൽ പണി എത്തിക്കുന്നതായി ഓർമ്മപ്പെടുത്തുന്നു. സെന്റ് ആൽഫോൺസ് യൂണിറ്റ് ഇന്ന് 4 മണിക്ക് 5:30 ഉള്ളിക്കര വസതിയിൽ വെച്ച്
സെന്റ് സെബാസ്റ്റ്യൻ കോട്ടയെ വിളിച്ച് അയച്ചുപറയി ജ്യോതിയിൽ പ്രാർത്ഥനയുടെ നേതൃത്വത്തിൽ കാര്യങ്ങളെയും നടത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സുഖവും പരിശുദ്ധവും ജീവനെയും ആക്കിയിരിച്ച് സമർപ്പിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായ നീക്കും പരിശുദ്ധത്തിൽ പ്രത്യാശയായ മിശിഹായി സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നീക്കും ദൈവം നിത്യസമാരാധ്യൻ ഭൂമിയിലായ യേശു തൻ സുതനേ ജോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി ഭാവനരക്തശരീരത്താൽ മാനവഭാവം നീക്കിമുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾ ആശീസ്സേകട്ടെ. വളരെ ദൈവിക സുധരാതി സത്യത്തിൻ പരിപൂർണതയിൽ കാത്തുനയിക്കും റൂഹാനൻ ശക്തിയുമന്നും ചൊരിയട്ടെ. ശിവനും തിരു സ്നേഹമായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.